നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ 35ാം ചരമവാർഷികത്തിൽ അദ്ദേഹം നായകനായി 1971 പുറത്തിറങ്ങിയ മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രം ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാൻ അവസരമൊരുക്കി വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക കലാപഠന കേന്ദ്രം. 1979 പുലിക്കോട്ടിൽ കലാ പഠന കേന്ദ്രത്തിന്റെ തറക്കല്ലിൽ ചടങ്ങിന് എത്തിയ പ്രേം നസീർ അന്ന് ആദ്യ സംഭാവനയായി 5000 രൂപയും നൽകിയിരുന്നു. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ അനുസ്മരിക്കുകയാണ് വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാപഠന കേന്ദ്രം നടന്ന അനുസ്മരണ ചടങ്ങ് അഡ്വക്കേറ്റ് KN ഖാദർ ഉദ്ഘാടനം ചെയ്തു. പ്രേം നസീർ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഗാനസന്ധ്യ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ചടങ്ങിന് മാറ്റിക്കൂട്ടി. തുടർന്നാണ് പ്രേം നസീർ നായകനായ മറുനാട്ടിൽ ഒരു മലയാളി സിനിമ പ്രദർശിപ്പിച്ചത്. പുലിക്കോട്ടിൽ ഹൈദർ കലാപഠന കേന്ദ്രത്തിലെ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിലാണ് സിനിമ ഡോക്യുമെന്ററി പ്രദർശനം നടന്നത്. മിക്ക ഗാനരംഗങ്ങളും അപൂർവ ശേഖരത്തിൽപ്പെട്ടതായിരുന്നു. സിനിമ പ്രദർശനം കാണാൻ സ്ത്രീകളടക്കമുള്ള പ്രേക്ഷകർ എത്തിയിരുന്നു. പ്രദർശനത്തിന് പുലിക്കോട്ടിൽ സ്മാരക ജനറൽ സെക്രട്ടറി PP റഹ്മത്തുള്ള, പുലിക്കോട്ടിൽ ഹൈദരി TK സാജിദ് ബാബു, കൈനോട്ട് അഷറഫ്, T മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്.